ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബോ ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവർ, നല്ല അടിപൊളി ഫ്ലവറാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരി ബാഗ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടാലൊന്നും മാത്രം അറിയില്ല കേട്ടോ, ഈ ഒരു ക്യാരി ബാഗ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ അത്രയും ഭംഗിയാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സ് കാണാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് പോയി കാണുക ആ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ്. ഈ ഒരു ഫ്ലവേഴ്സാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഈ ഒരു ഗ്രീൻ ടേപ്പാണ്, നമ്മളുടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വേണ്ടത് ഈ ഒരു ഹെയർ ബോ ആണ് കേട്ടോ. നമ്മളുടെ ഫാൻസി സ്റ്റോറിലും ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങാൻ കിട്ടും. 10 രൂപ 15 രൂപ ഡിഫറൻസിലാണ് അത് വാങ്ങാൻ കിട്ടുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു സിസറാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹെയർ ബോൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ തുടങ്ങേണ്ടത്. ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മളുടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ചുറ്റി കൊടുക്കാം. അതല്ല, ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചുറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടെ എളുപ്പം എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു റിബൺ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലവറും കൂടെ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ അടുക്കിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടുക്കി വെച്ചാലുള്ള ഈ ഒരു ഹെയർ ബോയ്ക്ക് അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രത്യേകതയും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഉണ്ടയായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പം എത്രത്തോളം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അടുക്കി കെട്ടി കൊടുക്കുന്നോ അത്രത്തോളം നമ്മളുടെ ഈ ഒരു ഹെയർ ബോ കാണാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ഇത് ക്യാരി ബാഗ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സ് അല്ലേ. ഇനി ഈ ഒരു ക്യാരി ബാഗ് വെച്ചിട്ടല്ലാതെ നല്ല ക്വാളിറ്റി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് നമുക്കിത് സെയിൽ ചെയ്യാം. പിന്നെ ഇത് അറിഞ്ഞ് വാങ്ങുന്നവരുണ്ടാവും, ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നവരും ഉണ്ടാവും കേട്ടോ. കാരണം വാങ്ങിച്ചു പോവും, കാരണം അത്ര ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിനൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ. നമ്മളുടെ ഈ ഒരു ഹെയർ ബോൻ്റെ റേറ്റ് 10 രൂപ 15 രൂപ റേറ്റ് വരും നമ്മളുടെ ഫാൻസി സ്റ്റോറിൽ ഇത് വാങ്ങാനായിട്ട്. അതല്ല ബട്ടൺ ഹൗസിലും വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മളുടെ ഇതിൽ ഫ്ലവേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബീഡ്സ്, അതിൻ്റെ നടുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ്, പിന്നെ നമ്മളുടെ ടൈം, നമ്മളുടെ ഹാർഡ് വർക്ക് എല്ലാം നമ്മളതിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു റേറ്റിന് നമുക്കത് സെയിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഈ ഒരു ഫ്ലവർ ടേപ്പും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ റിബൺ ആയാലും മതി. നല്ല കനം കുറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കട്ടി കുറഞ്ഞ റിബണൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല സാറ്റിൻ റിബണ്, നെറ്റിൻ്റെ റിബണൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമ്മളുടെ ഹെയർ ബോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ദേ നമ്മളുടെ ക്യാരി ബാഗ് വെച്ചിട്ടുള്ള അടിപൊളി ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവേഴ്സ് കണ്ടാൽ പറയുമോ നമ്മളുടെ ക്യാരി ബാഗ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മളുടെ ഹെയർ ബോ കാണാനായിട്ട്? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി നേരിട്ട് കാണുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓറഞ്ച്, ബ്ലൂ, റെഡ് അങ്ങനെയുള്ള പല കളേഴ്സിലും നമുക്ക് ഇതിൻ്റെ ക്യാരി ബാഗ് വാങ്ങാൻ കിട്ടും. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നു റെഡ്, ഈ ഒരു മജന്ത, അതുപോലെ ഓറഞ്ചൊക്കെ അടിപൊളിയായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ബോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ, നല്ല ഭംഗിയുള്ള യെല്ലോ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ അക്സസറീസിൻ്റെ മെറ്റീരിയൽസ് കിട്ടാത്ത ഒരുപാട് അമ്മമാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് മെസ്സേജസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെറ്റീരിയൽസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ക്യാരി ബാഗ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.